ഏഞ്ചൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്നു ജീവമാർഗം. സർവലോകവും നേടിയാലും സമ്പത്ത് കുന്നുപോൽ കൂട്ടിയാലും ജുർമിക്കും ലോകത്തിൽ വാഴും. ജീവമാർഗം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ബ്രദർ ഐപ്പ് ചെറിയാൻ, ബാംഗ്ലൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 17-ാം അധ്യായമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇന്ന് അതിൻ്റെ 15 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 17-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങൾ. പൗലോസിനോടുകൂടെ വഴിത്തുണ പോയവർ അവനെ അഥേനയോളം കൊണ്ടുപോയി ശീലാസും തിമത്തിയോസും കഴിയുന്ന വേഗത്തിൽ തൻ്റെ അടുക്കൽ വരണം എന്നുള്ള കൽപ്പന വാങ്ങി മടങ്ങിപ്പോന്നു. അഥേനയിൽ പൗലോസ് അവർക്കായി കാത്തിരിക്കുമ്പോൾ നഗരത്തിൽ ബിംബങ്ങൾ നിറഞ്ഞിരിക്കുന്നത് കണ്ട് മനസ്സിന് ചൂടുപിടിച്ചു. അവൻ പള്ളിയിൽ വെച്ച് യഹൂദന്മാരോടും ദൈവഭക്തന്മാരോടും ചന്തസ്ഥലത്ത് ദിവസേന കണ്ടവരോടും സംഭാഷിച്ചു പോന്നു. എപ്പിക്യൂര്യരും സ്റ്റോയിക്കരുമായ തത്വജ്ഞാനികളിൽ ചിലർ അവനോട് വാദിച്ചു. ഈ വിടുവായൻ എന്തു പറയാൻ പോകുന്നു എന്ന് ചിലരും, അവൻ യേശുവിനെയും പുനരുത്ഥാനത്തെയും പ്രസംഗിക്കുകൊണ്ട് ഇവൻ അന്യദേവതകളെ ഘോഷിക്കുന്നവൻ എന്ന് തോന്നുന്നു എന്ന് മറ്റു ചിലരും പറഞ്ഞു. പിന്നെ അവനെ പിടിച്ച് അരയോപക കുന്നിൽ കൊണ്ടുചെന്ന്, നീ പ്രസ്താവിക്കുന്ന ഈ നവീന ഉപദേശം ഇന്നത് എന്ന് ഞങ്ങൾക്കറിയാമോ? നീ ചില അപൂർവങ്ങളെ ഞങ്ങളുടെ ചെവിയിൽ കടത്തുന്നുവല്ലോ, അത് എന്ത് എന്നറിവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ അഥേനക്കാരൊക്കെയും അവിടെ വന്നു പാർക്കുന്ന പരദേശികളും വല്ല പുതുമയും പറയുകയോ കേൾക്കുകയോ ചെയ്യുവാനല്ലാതെ മറ്റൊന്നിനും അവസരമുള്ളവരല്ല. പൗലോസ് അഥേനയിൽ എത്തിയിരിക്കുകയാണ്. ഇതിനു മുമ്പ് തെസ്ലോനിക്കയിലായിരുന്നു. തെസ്ലോനിക്കയിൽ നിന്ന് ബെരോവയിൽ വന്നു. ബെരോവയിൽ നിന്നിപ്പോൾ അഥേനയിൽ എത്തിയിരിക്കുന്നു. അഥേന എന്ന് പറയുന്നത് ഏഥൻസ്, അതായത് ഗ്രീസിൻ്റെ തലസ്ഥാനമാണ്. തത്വജ്ഞാനികളുടെ പ്രധാന കേന്ദ്രമാണ്. അത് നമുക്ക് അറിവുള്ള കാര്യമാണ്. അഥേനയിൽ പൗലോസ് ശീലാസിനു വേണ്ടിയും തിമത്തിയോസിനു വേണ്ടിയും കാത്തിരിക്കുകയാണ്. അവർ വന്നിട്ട് വേണം തൻ്റെ ഭാവി പരിപാടി തീരുമാനിക്കാൻ. അപ്പോൾ താൻ ഈ കാത്തിരിക്കുന്ന സമയം ചെയ്യാൻ സാധിക്കും. താൻ എന്ത് ചെയ്തു എന്ന് നമ്മോട് വായിക്കുന്നു. അയാൾ നഗരത്തിൽ കൂടി നടന്നു. അപ്പോൾ അഥേന പട്ടണം വിഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ഈ വിഗ്രഹങ്ങളെ കണ്ടപ്പോൾ നാം വായിക്കുന്നത് പൗലോസ് അതിൻ്റെ മനസ്സിന് ചൂടുപിടിച്ചു എന്ന് വെച്ചാൽ അയാൾ അജിറ്റേറ്റഡായി. ഈ കാണുന്ന കാര്യങ്ങൾ ശരിയല്ല. തത്വജ്ഞാനികളാണ്, വിദ്യാഭ്യാസമുള്ളവരാണ്, അറിവുള്ളവരാണെന്ന് അഭിമാനിക്കുന്ന ഈ ആളുകൾ മനുഷ്യൻ്റെ കൈപ്പണിയായ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരാണല്ലോ എന്നോർത്തപ്പോൾ പൗലോസിന് ഫ്രസ്ട്രേഷൻ, ദുഃഖവും സങ്കടവും തോന്നി. അതാണ് മനസ്സിന് ചൂടുപിടിച്ചു എന്നതിൻ്റെ അർത്ഥം. ഇവിടെ പൗലോസിന് ജോലിയൊന്നുമില്ല, കാത്തിരിക്കുകയാണ്. എന്നാൽ അയാൾ പതിവ് പോലെ അഥേനയിലുള്ള പള്ളിയിൽ വെച്ച് യഹൂദന്മാരോടും ദൈവഭക്തന്മാരോടും അതുപോലെ ചന്തസ്ഥലത്ത് ദിവസേന കണ്ടവരോടും സംഭാഷിച്ചു പോന്നു. കാത്തിരിക്കുന്ന സമയവും പൗലോസ് വെറുതെ ആക്കിയില്ല. താൻ പള്ളിയിൽ പോയി യഹൂദന്മാരോട് സംസാരിച്ചു. യഹൂദന്മാരോട് സംസാരിക്കാൻ എളുപ്പമാണ്. അവരുടെ തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ പൗലോസിന് അവരോട് യേശു ആണ് അവർ കാത്തിരിക്കുന്ന മെശിഹ എന്ന് പറയാൻ സാധിക്കും. അത് താൻ ചെയ്തുകൊണ്ടിരുന്നു. കൂടാതെ ചന്തസ്ഥലത്ത്, പബ്ലിക് പ്ലേസ്, അവിടെ ആർക്കും പോകാം, അവിടെ ആർക്കും വരാം. അവിടെ കണ്ടുമുട്ടുന്നവരോടൊക്കെ പൗലോസ് സംഭാഷിച്ചു. ചില ആളുകൾ അവർക്ക് വലിയ അറിവും ജ്ഞാനവുമൊക്കെ ഉണ്ട് എന്ന് അവർ ഭാവിക്കും. അങ്ങനെയുള്ളവർ മറ്റുള്ളവരോട് സംസാരിക്കാറില്ല, മറ്റുള്ളവരോട് പരിചയപ്പെടാനോ അവരോട് സംഭാഷിക്കാനോ ശ്രമിക്കാറില്ല. എന്നാൽ പൗലോസ് അങ്ങനെയല്ല. വളരെ അറിവുള്ള മനുഷ്യനാണ്, വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളാണ്. എങ്കിലും എല്ലാവരോടും സംസാരിക്കുവാൻ താൻ തയ്യാറായിരുന്നു. ഇത് ഒരു ക്രിസ്തു വിശ്വാസിക്ക് നല്ലൊരു മാതൃകയാണ്. മറ്റുള്ളവരോട് ഇടപഴകാൻ, അവരോട് സംഭാഷിക്കാൻ നാം ശ്രമിക്കണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് അവരോട്
യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള സുവിശേഷം പറയാനൊരു അവസരമുണ്ടാവുക. അല്ലാതെ ഞാൻ വലിയ പണ്ഡിതനാണ്, ഞാൻ അധികം ആരോടൊന്നും സംസാരിക്കില്ല എന്ന് പറഞ്ഞ് മറ്റുള്ളവരിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു നല്ല സ്വഭാവമല്ല. പൗലോസ് ചന്തസ്ഥലത്ത് കണ്ടവരോട് കൂടെ സംഭാഷിച്ചു. അപ്പോൾ അവിടെയുള്ള ചില ആളുകളെക്കുറിച്ച് വായിക്കുന്നുണ്ട്. തത്വജ്ഞാനികൾ പൗലോസിനോട് വാദിച്ചു. പൗലോസ് എല്ലാവരോടും സംസാരിക്കും. അപ്പോൾ ആ ചന്തസ്ഥലത്തുണ്ടായിരുന്ന ചില ആളുകൾ തത്വജ്ഞാനികളായിരുന്നു. എപ്പിക്യൂരിയൻ ഫിലോസഫി എന്ന് പറഞ്ഞാൽ തിന്നുക, കുടിക്കുക, നാളെ ചാകുമല്ലോ, അതാണ് അവരുടെ ഫിലോസഫി. ജീവിതം എൻജോയ് ചെയ്ത് ജീവിക്കുക. സ്റ്റോയിക്കരുടേത് അതിന് കുറച്ചും കൂടി വിഭിന്നമായ തത്വജ്ഞാനമാണ്. ഏതായാലും ഈ രണ്ട് ഗ്രൂപ്പിലുമുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അവർ പൗലോസിനോട് വാദിക്കാൻ തുടങ്ങി. പൗലോസ് പറയുന്ന കാര്യങ്ങൾ അവരുടെ ഫിലോസഫിക്ക് എതിരാണെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അവർ പൗലോസിനോട് സംസാരിച്ചത്. എന്നാൽ അവർ പൗലോസിനെ ബഹുമാനിച്ചില്ല. അവർ പറയുന്നത്, ഈ വിടുവായൻ എന്ത് പറവാൻ പോകുന്നു എന്ന് ചിലരും, വേറെ ചിലർ യേശുവിനെയും പുനരുത്ഥാനത്തെയും കുറിച്ച് പ്രസംഗിക്കുകൊണ്ട് ഇവൻ അന്യദേവതകളെ ഘോഷിക്കുന്നവൻ എന്ന് തോന്നുന്നു എന്ന് മറ്റു ചിലരും പറഞ്ഞു. അപ്പോൾ ചിലർ പറഞ്ഞു ഇവൻ വിവരദോഷിയാണ്, ഇവനൊന്നും അറിഞ്ഞുകൂടാ. അല്ലെങ്കിൽ വിവരദോഷി എന്ന് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് വാസ്തവത്തിൽ പലതരം തത്വസംഹിതകളിൽ നിന്നും ചില കാര്യങ്ങൾ എടുത്ത് പറയുന്ന ആൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു പ്രത്യേക ഗ്രൂപ്പിനോട് ചേർന്ന് നിൽക്കാതെ എല്ലാവരുടെയും ജ്ഞാനം കുറേശ്ശെ എടുത്ത് പറയുന്നവൻ എന്നൊരു അർത്ഥം അതിനുണ്ട്. ചിലരങ്ങനെ പറഞ്ഞു. നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു ദൈവത്തെക്കുറിച്ചാണ് ഇവൻ പറയുന്നതെന്ന് തോന്നുന്നു എന്ന് മറ്റു ചിലരും പറഞ്ഞു. അപ്പോൾ പൗലോസ് എന്താണ് പറയുന്നത്, പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ പൗലോസ് എന്താണ് വിശ്വസിക്കുന്നതെന്ന് അറിയുവാൻ ഈ രണ്ടു കൂട്ടർക്കും ഒരു ആകാംക്ഷയുണ്ടായി. അതൊരു നല്ല കാര്യമല്ലേ? ഇയാൾ എന്താണ് പറയാൻ പോകുന്നതെന്നൊരു ആകാംക്ഷ ഉണ്ടാക്കിയാൽ നമുക്ക് പറയാനുള്ള സന്ദേശം ആളുകളോട് പറയാൻ സാധിക്കും, പറയുന്നവരെ ശ്രദ്ധിക്കുകയും ചെയ്യും. പിന്നെ നമ്മൾ 19-ാം വാക്യത്തിൽ വായിക്കുന്നത്, അവനെ പിടിച്ച് അരയോപക കുന്നിന്മേൽ കൊണ്ടുചെന്ന് നീ പ്രസ്താവിക്കുന്ന ഈ നവീന ഉപദേശം ഇന്നത് എന്ന് ഞങ്ങൾക്കറിയാമോ? നീ അപൂർവ കാര്യങ്ങൾ ഞങ്ങളുടെ ചെവിയിൽ കടത്തുന്നുവല്ലോ, അത് എന്തെന്ന് അറിയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അഥേനയിൽ വന്ന പൗലോസ് മറ്റൊരാൾക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലായിരുന്നു. അവിടെ പൗലോസ് ചെയ്തത്, തനിക്ക് കിട്ടിയ എല്ലാ അവസരങ്ങളിലും തൻ്റെ വിശ്വാസത്തെക്കുറിച്ച്, യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള സാക്ഷ്യം താൻ മറ്റുള്ളവരോട് പറഞ്ഞു. ഇത് പലരുടെ ചെവിയിലെത്തി. അവസാനം അവർ തന്നെ പൗലോസിന് അരയോപകക്കുന്നില്ല എന്ന് വെച്ചാൽ എല്ലാവരെയും അഡ്രസ്സ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഓഡിറ്റോറിയം ബുക്ക് ചെയ്ത് മൈക്ക് സാങ്ഷനൊക്കെ മേടിച്ച് മൈക്ക് സെറ്റും കൊണ്ടുവച്ചിട്ട് ഇനി നീ പ്രസംഗിച്ചു എന്ന് പറഞ്ഞു. ആളുകളോട് സുവിശേഷം പറയാൻ മനസ്സ് കാണിക്കുന്നവർക്ക് ദൈവം ഇങ്ങനെ കൂടുതൽ അവസരങ്ങൾ കൊടുക്കും. അപ്പോൾ നമ്മൾ മറ്റുള്ളവരോട് സുവിശേഷം പങ്കുവയ്ക്കാൻ തയ്യാറായിരിക്കണം. അങ്ങനെ ആണെങ്കിൽ നമുക്ക് ദൈവം കൂടുതൽ അവസരങ്ങൾ തരും. ഇവിടെ അവർ തന്നെയാണ്, അതായത് അഥേനയിലുള്ള തത്വജ്ഞാനികൾ, അവിടെയുള്ള ആളുകൾ, അവിശ്വാസികളായ ആളുകൾ, അവർക്ക് തിരുവചനം അറിഞ്ഞുകൂടാ, യഹൂദന്മാരല്ല, യേശുക്രിസ്തുവിനെക്കുറിച്ച് കേട്ടിട്ടില്ല, ബഹുദൈവ വിശ്വാസികളാണ്, മിക്കവരും വിഗ്രഹാരാധികളാണ്. അവർ പറയുന്നു, നിൻ്റെ ഉപദേശം ഞങ്ങൾക്കൊന്ന് കേൾക്കണം, നീ ഞങ്ങളോടൊന്ന് പ്രസംഗിക്കുക. നോക്കുക എങ്ങനെയാണ് ദൈവം പ്രവർത്തിച്ചതെന്ന്. കിട്ടുന്ന അവസരങ്ങളിലൊക്കെ യേശുക്രിസ്തുവിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞ പൗലോസിന് ദൈവം വലിയ ഒരവസരം നൽകുകയാണ്. ഇത് നമ്മുടെ ജീവിതത്തിലും ഒരു പാഠമായിരിക്കണം. ദൈവം നമുക്ക് നൽകുന്ന എല്ലാ അവസരങ്ങളിലും നാം നമ്മുടെ കർത്താവിനെക്കുറിച്ച് പറഞ്ഞാൽ ദൈവം നമുക്ക് കൂടുതൽ അവസരങ്ങൾ തരും. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.